രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. അപ്പോൾ അവൻ തൻ്റെ അവസാനത്തുള്ളി രക്തവും നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവൻ തന്നെ നൽകിക്കൊണ്ട് തൻ്റെ ജീവനും ജീവിതവും നഷ്ടപ്പെടുത്തിക്കൊണ്ടും നമ്മെ സ്നേഹിച്ചുവെന്നാണ്. അങ്ങനെയാണ് ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ, നമ്മൾ അവൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ അവനെ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അവൻ നമ്മെ സ്നേഹിക്കുന്നതും സ്വന്തമാക്കുന്നതും. അതുകൊണ്ടല്ലേ നമ്മൾ വേറെ ഒരു പരിപാടിക്കും പോയില്ലെങ്കിലും കുഴപ്പമില്ല, വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ പറ്റിയാൽ ഒരുവന്റെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടാൻ, ഒരുവന്റെ ജീവിതം നന്മയുള്ളതായി മാറാൻ, ഒരുവന്റെ ജീവിതം വീണ്ടെടുപ്പിന്റെ അനുഭവത്തിലാകാൻ, വിശുദ്ധീകരിക്കപ്പെടാൻ വേറൊന്നും വേണ്ട. ധ്യാനാത്മകമായി വിശുദ്ധ കുർബാനയിൽ ഒരു ദൈവ പൈതൽ പങ്കെടുക്കുമ്പോൾ അവന്റെ ജീവിതം ഒറ്റ വിശുദ്ധ കുർബാനയിലൂടെ മാറാതിരിക്കില്ല. കാരണം അവൻ സ്വീകരിക്കുന്ന കർത്താവിന്റെ ശരീരവും രക്തവുമാണ്, ജീവിക്കുന്ന ദൈവത്തെ തന്നെയാണ് സ്വീകരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ബലം എന്ന് പറയാൻ ഒന്നേ ഉള്ളൂ, വിശുദ്ധ കുർബാനയാണ്. കർത്താവിന്റെ ശരീരവും രക്തവുമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അവന്റെ നിത്യതയിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഈ ലോക ജീവിതത്തിൽ തകർന്നു പോകാതെ നമ്മളെ ഓരോ ദിവസവും ബലപ്പെടുത്തി യാത്രയിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കുക.